അങ്ങനെ പെട്ടെന്ന് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി ആവർത്തിച്ചുള്ള കേരളത്തിലെ ചർച്ച എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടതും, ഇലക്ട്രൽ ബോണ്ടിനെ തുടർന്ന് ഇന്ത്യയിലെ എല്ലാ കക്ഷികളും പണം വാങ്ങിച്ചിട്ടുണ്ട്, CPM CPI ഒഴിച്ച് എന്നുള്ള ഒരു വലിയ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നടന്നത്. ഇലക്ട്രൽ ബോണ്ടിനെ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതും നമ്മളെല്ലാം അതിനെ എതിർക്കുന്നത് ഒരു കാര്യം കൊണ്ടാണ്. BJP ഇതൊരു അഴിമതിക്ക് ഉള്ള ഒരു ന്യൂജൻ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാക്കി മാറ്റി. അവിടെ അന്വേഷണ വിധേയമായ കമ്പനികൾ, അവിടെ CBIയോ EDയോ അന്വേഷണം നടത്തും. അവരുകൊണ്ട് BJPക്ക് ബോണ്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയ, ബോണ്ട് എടുക്കുന്ന പ്രക്രിയ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് CPM എന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലാ നേതാക്കന്മാരും മേളി പോൽ താഴെത്തട്ട് വരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇവിടെ ഞാൻ യാദർശ്യമായിട്ട് CPMന്റെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഫണ്ടിനെ കുറിച്ചുള്ളത് എൻ്റെ കൈവശമുണ്ട്, വിതരണം ചെയ്യാം. അതിൽ ഈ വിവാദപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ കമ്പനികളുടെ കയ്യിൽ നിന്നും CPMന്റെ ബാലൻസ് ഷീറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത്. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് മാത്രം അതിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല, നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ കിട്ടും. കാരണം അത് 80ഓളം കമ്പനികളുണ്ട്. ആ 80 കമ്പനികളിൽ ഏത് കമ്പനിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്താണെങ്കിലും സാന്റിയാഗോ മാർട്ടിൻ CPMനെ സംബന്ധിച്ചിടത്തോളം, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അനഭിമിതനല്ല നമുക്കറിയാം. VS ഈ ലോട്ടറി രാജാവിനെതിരെ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു കാലഘട്ടത്തിൽ തന്നെ സാന്റിയാഗോ മാർട്ടിന്റെ ഇന്ന് അന്ന് ബോണ്ട് വാങ്ങിച്ചതാണ് CPM ദേശാഭിമാനി. അതുകൊണ്ട് അത് അവർക്ക് അനഭിമിതരല്ല. എന്നാൽ അതിന് ശേഷം വന്നിട്ടുള്ളത് രാജ്യത്ത് ഏറ്റവും വലിയ CBIയുടെ അന്വേഷണ വിധേയമായി നിൽക്കുന്ന കമ്പനി മേഘ കൺസ്ട്രക്ഷൻസ് ആണ്, മേഘ എഞ്ചിനീയറിംഗ്. അവരാണ് 2ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. മേഘ എഞ്ചിനീയറിംഗ് CPMന് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നവയുഗ എഞ്ചിനീയറിംഗ് വീണ്ടും ഒരു വിവാദ കമ്പനിയാണ്. മാത്രവുമല്ല, ഒരു അദാനിയുമായിട്ട് ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയും ഉണ്ട് നവയുഗയ്ക്ക്. ഈ നവയുഗ ഏതാന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിൽ ഒരു ടണൽ പണിതത് മറിഞ്ഞു വീണ് 16 പേര് അകത്തായ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെയൊക്കെ നിർമ്മാണ കമ്പനിയാണ് നവയുഗ. 2016-17 കൊടുത്തിട്ടുണ്ട്, 19-20 കൊടുത്തിട്ടുണ്ട്. ഈ കാലയളവിലെല്ലാം നവയുഗയും CPMന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം ഇതിൽ വിവാദത്തിൽ വന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. ദേശീയ തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഗെയിമിംഗ്, മേഘ കൺസ്ട്രക്ഷൻസ്, നവയുഗ, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ ഹെട്രോ ഡ്രഗ്സ്, ഔറോബിന്ദ ഫാർമ, നാറ്റ്കോ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങി ഫാർമ കമ്പനികളും CPMന് സംഭാവന നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൊണ്ട് പറയും, കേരളത്തിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച 2 കമ്പനികളേ ഉള്ളൂ. ഒന്ന് കിറ്റെക്സും ആയിരുന്നു, ഒന്ന് മുത്തൂറ്റും ആയിരുന്നു. ഈ കിറ്റെക്സും മുത്തൂറ്റും രണ്ടുപേരും CPMന് സംഭാവന നൽകിയിട്ടുണ്ട്. അന്നേരം ഇതിൽ ഞാനിപ്പോഴും പറയുന്നത്, വ്യവസായ സംരംഭങ്ങളുടെ നിന്ന് പണം സ്വരൂപിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത്തരം വിവാദ കമ്പനികളിൽ നിന്ന് ഞങ്ങൾ ബോണ്ട് വാങ്ങിച്ചില്ല എന്ന് മേനി നടിക്കുന്നവർ, കേരളത്തിൽ ആകെ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ഞങ്ങളാണ് ശരി എന്ന് പറയുന്നവർ, ഇത്തരം കമ്പനികളിൽ നിന്ന് അല്ലാതെ പണം വാങ്ങിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൂടെ പരിശോധിക്കണം. ഈ ലിസ്റ്റ് നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പം ഇല്ല, ലൈഫ് മിഷൻ വടക്കാഞ്ചേരിയുടെ യൂണിറ്റെക്കും കൊടുത്തിട്ടുണ്ട് കാശ്. യൂണിറ്റെക്കും 2 തവണയായിട്ട്
കൊടുത്തിട്ടുണ്ട് കാശ്. എന്നിട്ട് അതൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ബാക്കി ആരൊക്കെയാണ് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് നൽകുന്ന ഏതൊക്കെ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനി വന്നിട്ടുണ്ട് ഇല്ലെന്നൊക്കെ അത് നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ ഈ വാദം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഇലക്ട്രൽ ബോണ്ട് എന്ന പേര് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാങ്ങിച്ചില്ല എന്നല്ല അത് പറയുമ്പോൾ ഈ വിവാദ കമ്പനികളിൽ നിന്നെല്ലാം CPM പണം പറ്റിയിട്ടുണ്ട് എന്ന് അവരുടെ തന്നെ രേഖകൾ തെളിയിക്കുന്നതാണ്. ഇത് പുറത്തുവിടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചത്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് വേണ്ടി BJP വിനിയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. കോൺഗ്രസ് വാങ്ങിച്ചു, CPM വാങ്ങിച്ചു. CPM വാങ്ങിച്ചു, അഴിമതി. ഞാൻ പറഞ്ഞത് എന്താണ്, ഇവിടെ CPM മാത്രം ഞങ്ങൾ വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ ദിവസവും വിശദീകരിച്ചാണ്. ഇത് അഴിമതിയാകുന്നത് എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, അഴിമതിയാകുന്നത് എങ്ങനെയാണ്? ഇലക്ട്രൽ ബോണ്ടല്ല, ആ കമ്പനികളുടെ ഇന്ന് കാശ് വാങ്ങിച്ച് അല്ലല്ല, അത് പറഞ്ഞാൽ മനസ്സിലാവുന്നിടത്ത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്ക് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അല്ല, ഇലക്ട്രൽ ബോണ്ട് എന്താണ് ഇതെന്താ അറിയാൻ വയ്യാത്തവരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? ചില വിവാദ കമ്പനികൾ ഞാൻ പറയട്ടെ, പറയാൻ സംഭവിക്കാത്ത എന്തുവാ? ചില വിവാദ കമ്പനികൾ CBIയുടെയും EDയുടെയും എല്ലാം സ്വാധീനത്തിൽ അല്ല അന്വേഷണ വിധേയമായിരിക്കും. ഭരണകക്ഷിയുടെ സ്വാധീനത്തിൽ വഴങ്ങിക്കൊണ്ട് ഭയന്നുകൊണ്ട് BJPക്ക് വൻ തുക കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന് സുതാര്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കിയത്. അവിടെ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CBIയോ EDയോ ഉപയോഗിച്ചിട്ട് അതെല്ലാം കാശ് വാങ്ങിക്കത്തില്ലല്ലോ. ഞാൻ ആ വിഷയത്തിലേക്കല്ല വന്നത്. അവിടെ ഒരു നുണ, ഞങ്ങൾ മാത്രം ഈ കമ്പനികളുമായി ബന്ധമില്ല, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ആ വിവാദ കമ്പനികളുടെ പണം പറ്റിയിട്ടുണ്ട് CPM. അതിന്റെ പേര് ഏത് പേര് വേണമെങ്കിൽ വിളിച്ചോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇത് ഒരുപാട് പേജുണ്ട്, അത് നിങ്ങൾ നോക്കണം. ഇത് ഔദ്യോഗികമായി ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ വിശദാംശങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രയോ കമ്പനികളുടെ പേര് വ്യക്തികൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ പാർട്ടിക്കാർ ലെവി കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ ഉണ്ട്. നിരവധി എൻട്രീസ് ആണ് ഓരോ വർഷവും ഉള്ളത്. അത് വിശദമായി പഠിക്കുമ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്. വളരെ വിചിത്രമെന്ന് പറയുന്നത്, ഒരു അബ്ദുൾ റഹ്മാൻ 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് 2021 മുമ്പ്. മന്ത്രി അബ്ദുൾ റഹ്മാൻ ആണോ ഇല്ലയോ എനിക്കറിയില്ല. ഒരു അബ്ദുൾ റഹ്മാൻ 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. CPMന്റെ സ്ഥാനാർത്ഥിയായി മന്ത്രിയാകുന്ന ആ വ്യക്തിയാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല. പാർട്ടികൾ കൊടുക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത കണക്കുകളാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങള് ഈ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ നിന്നും വ്യവസായികളിൽ നിന്നും എല്ലാം തന്നെയാണ് സ്വരൂപിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ഇരട്ടത്താപ്പില്ല. ഞങ്ങൾ ഈ വിവാദ കമ്പനികളുടെ ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് ഇതിൽ ഇരട്ടത്താപ്പും ഇല്ല. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ RSPയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എനിക്കിപ്പോ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്റെ കയ്യിലില്ല. അത് അവര് പറഞ്ഞിട്ടുണ്ട്. അവര് ഡൽഹി മുതലുള്ള ചോദ്യത്തിന് അവര് മറുപടി പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്ത് മാത്രം പറയേണ്ടതല്ലോ, ഡൽഹി മുതൽ പ്രവർത്തിക്കുന്നതല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം പൊതു ചോദ്യത്തിന് മറുപടി പറഞ്ഞാണ്. ഇല്ലില്ല, CPMന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. കോൺഗ്രസ് വാങ്ങിച്ചെന്ന് സമ്മതിച്ച കാര്യമാണല്ലോ. കോൺഗ്രസ് അല്ലല്ലോ പറഞ്ഞു ഞങ്ങൾ ആരുടെ ഇന്ന് വാങ്ങിച്ചിട്ടില്ലെന്നല്ല പറഞ്ഞില്ലല്ലോ കോൺഗ്രസ്. എല്ലാ ഇന്ത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹത്തിൽ നിന്നും വ്യവസായികളിൽ നിന്നും പണം സ്വരൂപിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് അക്കൗണ്ട്സ് കൊടുക്കും. CPMും ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ CPM ഒരു വലിയ
ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ അതീതമാണ്, ഞങ്ങൾ ഈ ഇതൊന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഇരട്ടത്താപ്പ് ഇവിടെ തുറന്നു കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഇപ്പൊ അന്ന് ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞെങ്കിലും ഇപ്പൊ CPM-ഉം CPI-യും പെട്ടു, RSP പെട്ടില്ലെന്ന് കാണിക്കാം. RSPക്ക് വ്യക്തമായ നിലപാടുണ്ട്. അതല്ലേ ഇത്രയും നേരം പറഞ്ഞത്. അത് മനസ്സിലാകത്തില്ലെങ്കിൽ പിന്നെ ഞാനെന്തോ ചെയ്യാനൊക്കെ. അല്ലല്ല, ഇത് കോടതിയൊന്നും അല്ലല്ലോ. ഇത് നിങ്ങൾ ചോദിച്ചതിന് എല്ലാം മറുപടി പറഞ്ഞു. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനത്തിൽ EDO CBI അത്തരം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണി, അഴിമതി ആ നിലയിൽ നടത്തുന്നത് തെറ്റാണ്, ഒരു തർക്കവുമില്ല. അഴിമതി ഇല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം ഇങ്ങനൊരു ഫണ്ട് സ്വരൂപണത്തിന് വന്നപ്പോൾ ആ കാര്യത്തിൽ കോൺഗ്രസ് രാജ്യത്തെ ഒരു സംവിധാനം വെച്ച് കോൺഗ്രസിന്റെ ഫണ്ട് വന്ന് കാണും. കോൺഗ്രസ് അത് വിശദീകരിക്കും, സുപ്രീം കോടതിയിൽ അടക്കം കൊടുക്കും. അതിനെന്താ സംശയം? ഇതൊന്നും ആരും പറഞ്ഞില്ലല്ലോ, ഇല്ലെന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ആവർത്തി ചോദിക്കുന്നു. ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് സാന്റിയാഗോ മാർട്ടിനല്ലേ, DMK അല്ലേ സാന്റിയാഗോ മാർട്ടിൻ്റെ? ഈ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ പണം CPM-ന് വന്നിട്ടുണ്ട്, DMK CPM-ന് പണം കൊടുത്തിട്ടുണ്ട്. അന്നേരം എന്താ, നിങ്ങൾ അവിടെ തൊട്ടു, അവിടുന്ന് ഇങ്ങോട്ട് തൊട്ടു, അതെന്തൊരു ഇല്ല ഇല്ല, എനിക്ക് ഇതിനൊന്നും മറുപടി പറയാനൊക്കത്തില്ല, സമയമില്ല. അതുകൊണ്ടാ പിന്നെ എന്തും പറയാറ്. ഇല്ലെന്ന് വെച്ചോ, അങ്ങനെ സമാധാനിച്ചോ, കുഴപ്പമില്ല. ഇലക്ട്രൽ ബോണ്ടിന് എതിരെ CPM അടക്കം, അല്ലെങ്കിൽ പലര് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ CPM-ന്റെ കേസിലല്ല, പലരും CPM ഇത് ചേർന്നിട്ടുണ്ട്. ആ കേസിൽ പോകുന്ന സമയത്ത് തന്നെ ഈ വിവാദ കമ്പനികളുടെ നിന്ന് അവർ പണം പറ്റിയെന്നുള്ളേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഹോളിയർ ദൻ ദൗ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ടല്ലോ, ഏറ്റവും പരിശുദ്ധമാണെന്നുള്ളത്. ആ പരിശുദ്ധിയുടെ കാര്യം പറഞ്ഞ് ഇവിടെ വീമ്പിളക്കുമ്പോൾ ഞങ്ങളും പണം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ മാത്രം ഇതല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അവർ തന്നെ കൊടുത്ത രേഖകൾ വെച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ RSPയുടെ നിലപാട് കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഞങ്ങൾ ഒരാളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടാണ്. പക്ഷേ SDP-യുടെ കാര്യത്തിൽ ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ സംവിധാനം ഒരു ആലോചനയും നടത്താതെ ഞങ്ങൾക്ക് പിന്തുണ നൽകാനാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വേണമല്ലോ. ഞങ്ങളുമായിട്ട് ഒരു ആലോചനയും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ പത്രസമ്മേളനം നടത്തി പറയുന്നു കേരളത്തിൽ UDF-നാണ് പിന്തുണ. കർണാടകത്തിൽ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ അടക്കം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ മേഖലയിൽ, തീരദേശ മേഖലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി പല സീറ്റിലും പരാജയപ്പെടുത്തിയവരാണ്. അങ്ങനെയുള്ള ഫലത്തിൽ അവർ മത്സരിക്കുന്നിടത്തൊക്കെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു രീതി അനുവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് വേറെ ഒരാളുണ്ടല്ലോ, ഒവൈസി. ഇവരൊക്കെ പലപ്പോഴും BJP-യുടെ B ടീമാണെന്ന് സംശയിക്കേണ്ട സാഹചര്യം ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ യാതൊരു ആലോചനയും ഇല്ലാതെ ഞങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാതെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇത് BJP ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ദുർബലമാക്കാൻ ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ടായി. ഇതാരാണ് ഇതിന്റെ പിന്നിൽ? പിണറായി വിജയനാണോ BJP നേരിട്ടാണോ എന്ന സംശയം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് ഇതിലൊരു ചതി ഞങ്ങൾ കാണുന്നു എന്ന് കണ്ടുകൊണ്ടാണ്, ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ തടസ്സമല്ല.
പക്ഷെ ഒരു സംഘടന എന്നുള്ള നിലയിൽ അത് ചെയ്തതിൽ ഒരു ആലോചന പോലും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപനം നടത്തിയതിൽ ഞങ്ങൾ സംശയിക്കുന്നു. എന്തോ ഇത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF-ന്റെ ഒരു തീരുമാനം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത്. ഞാനും കുറച്ചുകാളായില്ലേ ഇവിടെ ഇരുന്ന് തുടങ്ങി. അതുകൊണ്ട് ഞാൻ പറയാനുള്ള വ്യക്തമായിട്ടില്ലേ പറഞ്ഞു. അത് മനസ്സിലാകത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാചകം തന്നെ വരണമെന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കണം. ഓക്കെ, ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആ യുദ്ധം ജയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ കേരളം പോലെ ലിറ്ററസി ഇല്ലാത്ത പ്രദേശങ്ങളിൽ കഴിഞ്ഞ തവണ BJP അതെങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അത് പ്രചരണായുധമാക്കി. കേരള സ്റ്റോറി പോലൊന്ന് പ്രചരിപ്പിക്കുന്നവർ, കേരളം എന്താണെന്ന് മലയാളികൾക്കറിയാം. അത് ഉത്തരേന്ത്യയിൽ പോയി കേരളം ഇങ്ങനാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചതിന് പാകിസ്ഥാന്റെ പിന്തുണയുമായി ഇറങ്ങി എന്നുള്ള നിലയിൽ പ്രചരണമുണ്ടാക്കി. അതിന്റെ വലിയ നേട്ടം അവർ കൊയ്തു. ഈ പശ്ചാത്തലത്തിൽ ഇവിടെ അങ്ങനെ BJP നേട്ടം കൊയ്യാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. അതാണല്ലോ, കേരളത്തിലെ അല്ലല്ലോ. ഞാൻ പറഞ്ഞത് കേരളമല്ലല്ലോ, ഉത്തരേന്ത്യയിൽ അവർ എങ്ങനെ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിന്റെ കൊടി പാകിസ്ഥാന്റെ കൊടിയാന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കത്തില്ല. ഇത്തവണ 19 അല്ല 20 ഞങ്ങൾക്ക് കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ഇത് എങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്തോ അഖിലേന്ത്യാ തലത്തിൽ ഇത് ചെയ്യുന്നു. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് BJPക്ക് ഒരു മോഹഭംഗം വന്നാൽ എനിക്ക് മനസ്സിലാക്കാം, ഇതില്ലല്ലോ എന്ന് പറഞ്ഞത്. അവർക്ക് ഇത്തവണ അവർ കഴിഞ്ഞ ഫയൽ ഷോട്ട് വല്ലതും എടുക്കുമായിരിക്കും. പക്ഷെ അവർക്കൊരു അവസരം നഷ്ടപ്പെട്ടത്. പിണറായി വിജയൻ ഇത്രയും വിഷമം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. ഈ കാര്യത്തിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും അടിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കാൻ പോകുന്ന വടി അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റിയതിന് പിണറായി വിജയൻ ഇത്ര വിലപിക്കുമ്പോൾ എന്താണ് മോഡിയുടെയും പിണറായി വിജയന്റെ മനസ്സ്? ഇത് ഒന്നുപോലാണ് എന്നുള്ളത് വീണ്ടും വ്യക്തമല്ലേ? അതെ അതെ അതെ, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. രാഷ്ട്രീയ പാത്രത്വമില്ല. നരേന്ദ്രമോദി മനസ്സിൽ കൊണ്ടു കിടക്കുന്ന അതേ വർഗീയത കൊണ്ടു കിടക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. രാജ്യത്ത് ആര് ഭരണത്തിൽ വരണം, മോഡി അധികാരത്തിൽ നിന്ന് മാറണമെന്ന് ചിന്ത പിണറായി വിജയനില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തത്തില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങയുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പ്രേമചന്ദ്രൻ ഇവിടെ നിർമ്മലാ സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാവുമെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വിധിക്കപ്പെട്ടവർ ചിലരുണ്ട്. അവരുടെ തലയിലേക്ക് ഇങ്ങനെ ചില കാര്യം അടിച്ചു കയറ്റിയിട്ടുണ്ട്. എത്ര ന്യായം പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദയവ് ചെയ്ത് കഴിഞ്ഞ ദിവസം എന്തോരം സംസാരിച്ചു നമ്മൾ, എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ രാജ്കുമാറിനെ അല്ല, എന്നിട്ടും താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും? അല്ല, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ ഇവിടെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ്. എല്ലാവരെയും ഒരു മതനിരപേക്ഷതയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അവർ മുദ്രാവാക്യം പറഞ്ഞത്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏത് ചെറുത്താനെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് CPM-നെ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു വാക്കല്ല, കമ്മ്യൂണൽ എഞ്ചിനീയറിംഗ്
എന്ന വാക്കാണ് ഇന്ന് അനുയോജ്യം. ഓരോ സ്ഥലത്തും എങ്ങനെ ഈ വർഗീയത കൊണ്ട് എങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ ഒക്കും എന്ന് ചിന്തിക്കുന്നു. അതിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും പോകുമ്പം ആരോ എഴുതി കൊടുക്കുന്ന ഒരു സാധനം വായിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലക്ഷ്യം അത് മാത്രമാണ്. അല്ല, കേരളത്തിനൊരു പ്രബുദ്ധതയുള്ള ഒരു സമൂഹമല്ലേ. കേരളം വർഗീയത എന്നേ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ്, ഒരു സമൂഹമാണ്. ഇവിടെ BJPക്ക് ചെറിയ തോതിൽ ഒരു വേരോട്ടം ഉണ്ടായെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തിന്റെ മനസ്സെന്താന്ന് നമുക്കറിയാമല്ലോ. അവരിലേക്ക് BJP വിചാരിച്ചിട്ട് നടക്കാത്ത ഇപ്പൊ പിണറായി വിജയൻ അതേ വർഗീയത കുത്തിവെക്കാൻ ശ്രമിച്ചാൽ അതിന് തിരിച്ചടി പിണറായി വിജയൻ ഉണ്ടാവും. അത് ജൂൺ 4-ാം തീയതി ഫലം വരുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടും. അല്ല, അതിന്റെ ഫലം അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞാലും നമുക്ക് തർക്ക വിഷയമാക്കി അത് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ രാജ്കുമാറിന് പറയാം അത് ഉണ്ടാകുമെന്ന്, അങ്ങനെ പോവാം. പക്ഷേ ജൂൺ 4-ന് ഫലം വരുമ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെടും കേരളം എവിടെ നിൽക്കുന്നു. കേരളത്തിന്റെ ഇപ്പം കേരള സ്റ്റോറി ദൂരദർശൻ പബ്ലിഷ് ചെയ്യില്ലെന്ന് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേസ് കൊടുക്കട്ടെ, ഞങ്ങൾ പിന്തുണയ്ക്കാം. കേരളത്തിലെ ഇതുപോലെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഒരു ചിത്രം എടുത്തിട്ട് അത് ദൂരദർശനിൽ കൊടുക്കുന്നതിന് ഇവിടെ പത്രസമ്മേളനം നടത്തി പറയുകയല്ല, നിയമ പോരാട്ടം നടത്തണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ ഇമേജ് തകരാതിരിക്കണം. ആ നിലയിലേക്ക് വരണം. അല്ലാതെ ഇവിടെ പ്രസ്താവന കൊടുത്താൽ അതുകൊണ്ട് അവർ ദൂരദർശൻ കാണിക്കാതിരിക്കുവോ? ഇന്ന് CPMന്റെ BJPയുടെ നേതാവ് പറയുന്ന അയാൾ കേരളത്തിൽ നിന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. മുരളീധരന്റെ പ്രസ്താവന എന്ന് കണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് അയാൾ കേരളത്തിനെ അധിക്ഷേപിക്കുന്നത് ന്യായീകരിച്ചുകൊണ്ട് BJPയുടെ നേതാവ് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊക്കെയുള്ള എതിരെയുള്ള പ്രതികരണം തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അതിന്റെ ഫലം വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഓക്കെ.